കൂടുതലായിട്ടും ഈവനിങ് കോളിക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട്. ഈവനിങ് കോളിക്ക് ചിലപ്പോൾ ഗ്യാസ് കൊണ്ടും ആവാം, അല്ലാതെ ആവാം. കുഞ്ഞുങ്ങളുടെ മൂക്കിനുള്ളിലെ സ്പേസ് വളരെ നാരോ ആണ്. അപ്പോൾ ഒരു ഇത്തിരി അടപ്പ് വന്നാൽ തന്നെ അവർക്കത് ശ്വാസം എടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. ഹായ്, ഞാൻ ഡോക്ടർ ബിന്ദു, പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക്സ് വിഭാഗത്തിലെ പ്രൊഫസറും നിയോനറ്റോളജി ഇൻറ്റൻസിവിസ്റ്റുമാണ്. ഇന്ന് നിങ്ങൾക്ക് കുട്ടികളുടെ ചില അസുഖങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. കുഞ്ഞുങ്ങൾ നിർത്താതെ കരയുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ. പല പാരൻസിനും അത് വളരെയധികം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷനാണ്. ചെറിയ കുട്ടികൾ മാത്രമല്ല, മുതിർന്ന കുട്ടികൾക്കും അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇങ്ങനെ നിർത്താതെയുള്ള കരച്ചിലിന് കാരണം? ചെറിയ കുഞ്ഞുങ്ങളാകുമ്പോൾ എസ്പെഷ്യലി ഹങ്കർ ക്രൈ, വിശന്നിട്ടാണ് ഇവർ കൂടുതലായിട്ടും കരയുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ വല്ലാണ്ട് കരയുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഫീഡ് കൊടുത്ത് നോക്കുക. ചിലർ ദേഷ്യത്തിൽ വാശിയിൽ നേരിട്ട് പാല് കുടിച്ചു എന്ന് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പിഴിഞ്ഞിട്ട് ഒരു പാത്രത്തിൽ സ്പൂൺ വെച്ചിട്ട് കൊടുത്ത് നോക്കാം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. രണ്ടാമത്തെ കാര്യമാണ് നോസ് ബ്ലോക്ക്, മൂക്കടഞ്ഞിട്ട്. ഈ കുഞ്ഞുങ്ങളുടെ മൂക്കിനുള്ളിലെ സ്പേസ് വളരെ നാരോ ആണ്. അപ്പോൾ ഒരു ഇത്തിരി അടപ്പ് വന്നാൽ തന്നെ അവർക്കത് ശ്വാസം എടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. വായ തുറന്ന് ശ്വാസം എടുക്കണം എന്നുള്ളൊരു കാര്യം അവർക്ക് അറിയുമില്ല. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങൾ വല്ലാണ്ട് ബുദ്ധിമുട്ടി കരയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓക്സിജൻ ഉള്ളിലെത്തും. അങ്ങനെയാണ് അവർക്കൊരു സുഖം കിട്ടുന്നത്. അതുകൊണ്ടാണ് മൂക്കടപ്പുള്ളപ്പോൾ കുഞ്ഞുങ്ങൾ നിർത്താതെ കരയുന്നത്. നിങ്ങളുടെ കയ്യിൽ സലൈൻ നെയ്സൽ ഡ്രോപ്സ് ഉണ്ടെങ്കിൽ 2 ഡ്രോപ്സ് നിങ്ങൾക്കൊന്ന് ഉറ്റിച്ച് നോക്കാം. അപ്പോൾ കരച്ചിൽ മാറുന്നുണ്ടോ നോക്കാം. മൂന്നാമത്തെ റീസണാണ് ഗ്യാസ് നിറഞ്ഞിട്ടുള്ളത്. അത് കൂടുതലായിട്ടും ഈവനിങ് കോളിക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട്. ഈവനിങ് കോളിക്ക് ചിലപ്പോൾ ഗ്യാസ് കൊണ്ടും ആവാം, അല്ലാതെ ആവാം. ചിലപ്പോൾ അമ്മ കഴിക്കുന്ന ചില ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ചിലപ്പോൾ നാട്ടുവൈദ്യം പോലെയുള്ള ചില മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ കുട്ടികളുടെ വയറിൽ ചിലപ്പോൾ ഗ്യാസ് കൂടുതലായിട്ട് കാണാറുണ്ട്. അങ്ങനെയുള്ളപ്പോഴും ചിലപ്പോൾ കുട്ടികൾ നിർത്താതെ കരയാം. ആ സമയത്ത് ഞാൻ പറയുന്നത് ടമ്മി ടൈം കൊടുക്കുക എന്നുള്ളതാണ്. കുട്ടികളെ കമിഴ്ത്തി കിടത്തിയിട്ട് പതുക്കെ തട്ടിക്കൊടുക്കുക, തോളത്തിട്ട് പതുക്കെ തട്ടിക്കൊടുക്കുക, വയറൊന്ന് അമർത്തി പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടക്കുക. അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ കുഞ്ഞിന് വേറെ എന്തെങ്കിലും നിങ്ങൾ ഉരച്ചൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നിർത്താം. അമ്മയുടെ ഭക്ഷണ രീതിയിൽ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ അതും ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ നല്ലതായിരിക്കും. ഇനി നാലാമത്തെ റീസണാണ് ആൺകുട്ടികൾക്കൊക്കെ സാധാരണ ചിലപ്പോൾ താഴത്തെയുള്ള ടെസ്റ്റിസ് എന്ന് പറയും, ജനനേന്ദ്രിയ, ആ ടെസ്റ്റിസിൻ്റെ അത് ചിലപ്പോൾ ഇൻഫെക്ഷൻ വരാം. ഇൻഫെക്ഷൻ വരുമ്പോൾ ചിലപ്പോൾ ഇത് തിരിയാനൊക്കെ ചാൻസ് ഉണ്ട്. അവിടെ ഇൻഫെക്ഷൻ വന്നാൽ ചിലപ്പോൾ ചുവപ്പ് കളർ വരാം, വീർത്ത് വരാം. ചിലപ്പോൾ ആ മണി തിരിയാം, ടോർഷൻ എന്നാണ് പറയുക. അത് ചിലപ്പോൾ നമ്മൾ അത്ര ശ്രദ്ധിച്ചു എന്ന് വരില്ല. കുഞ്ഞുങ്ങൾ ഒത്തിരി കരയുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ചെയ്യും, പക്ഷേ ഈ ടോർഷൻ, അതായത് ഈ ടെസ്റ്റിസ് തിരിയുന്നതായിരിക്കാം റീസൺ. അപ്പോൾ എപ്പോഴും നിങ്ങൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളൊന്ന് നോക്കണം, അവിടെ എന്തെങ്കിലും സ്വെല്ലിക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. അടുത്ത റീസണാണ് ചെവി വേദന. ജലദോഷമോ ചുമയൊക്കെ ഉള്ള കുഞ്ഞിന് നിർത്താതെ കരയുമെങ്കിൽ ചെവിയിലേക്ക് ഇൻഫെക്ഷൻ വന്നതിൻ്റെ ആയിരിക്കാം. ചെവിയിൽ മിഡിൽ ഇയർ എന്ന് പറയുന്ന സ്പേസ് വളരെ ചെറിയ സ്പേസാണ്. അതിലേക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ അല്ലെങ്കിൽ പ്രഷർ കൂടുകയൊക്കെ ആണെങ്കിൽ കുട്ടികൾ നിർത്താതെ കരയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മൂക്കിൽ മരുന്നൂറ്റി ചെയ്താൽ കുറച്ചുകൂടി ആ കുഞ്ഞിനെ പ്രഷർ കുറയും, പെയിൻ കുറയാനുള്ള സാധ്യതയുണ്ട്. അടുത്ത റീസണാണ് ബ്രെയിനിലേക്കുള്ള ചില ഇൻഫെക്ഷൻസ്. അപ്പോൾ കുട്ടികൾ എപ്പോഴും ഇറിറ്റബിൾ ആയിരിക്കും, വെറുതെ ഒരു കരച്ചിലായിരിക്കില്ല. അസ്വസ്ഥത നേരത്തെ തുടങ്ങിയിട്ടുണ്ടാവും. അല്ലാത്ത രീതിയിൽ കുഞ്ഞിങ്ങനെ കൂടുതൽ കരയുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഡോക്ടറെ കാണിക്കണം. ചില കാര്യങ്ങൾ, തലയുടെ ഉള്ളിൽ പ്രഷർ കൂടുന്ന അല്ലെങ്കിൽ തലയിൽ ഇൻഫെക്ഷൻ വരുന്ന കാര്യങ്ങളിലും ഇതേപോലെയുള്ള കാര്യങ്ങൾ കാണാറുണ്ട്. അടുത്ത റീസണാണ് ഫ്രാക്ചേഴ്സ്. ചിലപ്പോൾ കുഞ്ഞ് എവിടെയെങ്കിലും തട്ടിയിട്ടുണ്ടാവും, വീണിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അറിഞ്ഞു എന്ന് വരില്ല. എന്തെങ്കിലും എല്ല് ചിലപ്പോൾ പൊട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതും ഒരു ഇമ്പോർട്ടൻ്റ് റീസണാണ്. ഇൻസെക്റ്റുകൾ എന്തെങ്കിലും കടിച്ചാലും കുഞ്ഞുങ്ങൾ ഇതേപോലെ നിർത്താതെ കരയും. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 7 കാരണങ്ങൾ. അപ്പോൾ ഓരോന്നും എന്താണെന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തൊട്ടടുത്ത കുട്ടികളെ ഡോക്ടറെ കാണിക്കാം. അവർ പരിശോധിച്ച് കഴിഞ്ഞ ശേഷം അതിനനുസരിച്ചുള്ള മരുന്നുകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും.